ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് ഷുവർ ഷോട്ട് ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 ചോദ്യങ്ങൾ നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റിൽ കത്തു സ്പേസ് ബുള്ളറ്റ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സ് ഷുവർ ഷോട്ട് എന്നുള്ള ഹെഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുമിച്ച് ക്ലാസ്സുകളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളൊന്നും കാണാത്തവരൊക്കെ കാണുക. ഓക്കെ, ഓരോ 10 ക്ലാസ് കഴിയുമ്പോഴും റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ അത്രയും പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വളരെയധികം ചാൻസ് കൂടുതലാണ് കേട്ടോ ചോദിക്കാൻ. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദിയാകുന്നത് കാസർഗോഡ് ജില്ലയാണ്. ഓക്കെ, വളരെയധികം 100% ചാൻസ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി 30ലധികം തുളസി ഇനങ്ങൾ ഉൾപ്പെടുന്ന തുളസി വനം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഇക്കോ ടൂറിസത്തിലാണ്? കോന്നി എന്ന ഇക്കോ ടൂറിസത്തിലാണ് 30ലധികം തുളസി ഇനങ്ങൾ ഉൾപ്പെടുന്ന തുളസി വനം തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുളസി വനം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഇക്കോ ടൂറിസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോന്നിയിലാണ്. കോന്നി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇടുക്കി കുളമാവ് മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഓന്താണ്. അപ്പോൾ പുതിയ ഇനം ഇപ്പോൾ മേഘമല, വെള്ളിവരയൻ, ചിത്രശലഭം അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇടുക്കി കുളമാവ് മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ തരം ഓന്ത്? ഏതാണ്? വടക്കൻ കങ്കാരു ഓന്താണ്. ഓക്കെ, വടക്കൻ കങ്കാരു. ചിലപ്പോൾ വടക്കൻ കങ്കാരു എന്നറിയപ്പെടുന്ന ജീവി ഏതാണെന്ന് ചോദിക്കാം. ഓന്ത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. 4ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറാണ്. KB ഗണേഷ് കുമാറാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാമേഖലയിൽ പ്രസിദ്ധയാണ്? അപ്പോൾ കൊട്ടാരക്കര ഭദ്ര ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് കലാമേഖലയിൽ പ്രസിദ്ധയാണ് എന്ന് ചോദിച്ചാൽ കഥകളിയാണ്. ഓക്കെ, കഥകളിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ തരും, കഥകളിയാണ്. ഓക്കെ, കൊട്ടാരക്കര ഭദ്ര ഏതാണ്? കഥകളി. അടുത്ത ചോദ്യം, 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിവരാസന പുരസ്കാരമൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ളതാണ്. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായതാരാണ്? PK വീരമണിദാസ്. ദെൻ 7th ക്വസ്റ്റ്യൻ, കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് ആരാണ്? കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. 62ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? കൊല്ലത്താണ്. അതിൽ വിജയികൾ കണ്ണൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ കലോത്സവം ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എപ്പോഴും പറയണതാണ്, നമുക്ക് ഒറ്റ ക്വസ്റ്റ്യനും ഇതിൽ വിട്ടുകളയാനായിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഒരു ദിവസം 10 ചോദ്യം പഠിക്കുക, അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുള്ളൂ ഏതൊരു PSC ഉദ്യോഗാർത്ഥിക്ക്. നമ്മൾ എത്രമാത്രം നോട്ട്സ് പഠിച്ചുണ്ടാക്കണതാണ്. അപ്പോൾ ഒരു 10 ചോദ്യത്തിന് വേണ്ടി ഈ ഒരു 3-4 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്കത് ഗുണം ഉണ്ടാക്കുള്ളൂ. അടുത്ത ചോദ്യം 8ാമത്തെയാണ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹാവി ഷുവർ എന്ന വാക്സിൻ ഏത് രോഗത്തിൻ്റെ പ്രതിരോധത്തിനാണ്? ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് A പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഹാവി ഷുവർ എന്ന വാക്സിൻ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസിനെ പ്രതിരോധിക്കാനുള്ള, ഹെപ്പറ്റൈറ്റിസ് Aനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ, അങ്ങനെയും ചോദിക്കാം ഹാവി ഷുവർ. ഓക്കെ, പിന്നെ ഹാവി ഷുവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അങ്ങനെ ചോദിക്കാം. ഹെപ്പറ്റൈറ്റിസ് A ആണ്. തെറ്റിപ്പോകരുത് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 1 കോടി വീടുകളിലെ റൂഫ് ടോപ്പിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ജനുവരിയിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. ഓക്കെ, 2024 ജനുവരിയിൽ ആരംഭിച്ചൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള 1 കോടി വീടുകളിലെ റൂഫ് ടോപ്പിൽ സൗരോർജ്ജ പാനലുകൾ, സോളാർ പാനലുകൾ സ്ഥാപിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഓക്കെ, പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി. പേരിൽ തന്നെ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള അല്ലെങ്കിൽ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഒഡീഷയാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയത്
ഏത് സ്റ്റേറ്റാണ്? ഒഡീഷയ്ക്കാണ് കേട്ടോ, ഒഡീഷയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തോടക്കം 60 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10 ക്ലാസ്സുകൾ, ഓക്കെ, 10 ക്ലാസ്സുകൾ കഴിയുമ്പോൾ 100 ചോദ്യങ്ങൾ പഠിച്ചു കഴിയുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് റിവിഷൻ എക്സാം പോലെ വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്